നമ്മളിന്ന് ഗ്രാനിയാണ് എടുത്തിരിക്കുന്നത്. അതെ, ഗ്രാനി 1 ആണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. 2 നമ്മൾ ഇത് കളിച്ചിട്ട് എടുക്കാനാണ് ഗൈസ്. ഓക്കേ, ദേ നമ്മുടെ ഗ്രാനി അവിടെ നിൽപ്പുണ്ട് വടിയൊക്കെ പിടിച്ചോണ്ട്. അതാ ശരിയായി, ഗ്രാനി ഇതേ താഴെ ട്രാപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. പ്ലേ തന്നെ കാല് കറ്റ് പോയ രീതിയിലുള്ള ട്രാപ്പാണ്. ഡിഫിക്കൽട്ടി നോർമൽ ആണ് ഇട്ടേക്കുന്ന. നോർമൽ വേണോ ഈസി വേണോ? ഈസി മതി. നമുക്ക് ഇത് കണ്ട് പരിചയമൊന്നും ഇല്ലാത്തതാണ്. പിന്നെ ഇവക്ക് ചെറിയ പരിചയമൊക്കെ ഉണ്ട്. ക്വാളിറ്റി മീഡിയം മതി. എക്സ്ട്രാ ലോക്സ് ഒന്നും വേണം. മ്യൂസിക് ഒക്കെ വേണം. മ്യൂസിക് ഒന്നും വേണം. മ്യൂസിക് ഇട്ടാ നമ്മൾക്ക് കളിക്കേണ്ട ഒരു ഫീൽ കിട്ടൂല. അതും ശരിയാണ്, പക്ഷെ മ്യൂസിക് ഇരിക്കണം. നല്ല രസമായിരിക്കും അല്ലയോ? നൈറ്റ്മെയർ എക്സ്ട്രാ ലോക്സ് ഒന്നും വേണ്ട. അതൊന്നും വേണ്ട. നമുക്കിനി കണ്ടിന്യൂ കൊടുക്കാം. ഇത്രയും മതി. നമ്മൾ ആദ്യമായിട്ട് കളിക്കുന്നുണ്ടാണ്. ഇതൊക്കെ കളിച്ച പിന്നെ ഒരു സ്പീഡ്സ് ഉണ്ട് ചെറിയ. ഓക്കെ, ഇവിടെ റൂൾസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഇപ്പൊ ഞാനാണ് കേട്ടോ കളിച്ചോണ്ടിരിക്കുന്നത്. ഓരോ വട്ടങ്ങളിൽ ചത്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഇയാളുടെ കയ്യിലോട്ട് പോകും. ഡേ 1. നമ്മുടെ ആദ്യത്തെ ദിവസമാണ്. നമ്മൾ എണീക്കുന്നുണ്ട് ഗ്രാനിയുടെ മുറിയിൽ നിന്ന്. ഞാനിത് ഗ്രാനി വലിയ ഫേമസ് ഗെയിമായിട്ടാണ്. ഞാൻ ഈ ഷോർട്സ് ഒക്കെ അത്യാവശ്യം അധികം കണ്ടിട്ടുണ്ട്. എനിക്കൊരു ഐഡിയ ഉണ്ട് ഏകദേശം എങ്ങനെയാണെന്ന്. പിന്നെ ഞാൻ അത്ര വലിയ പ്രോ പ്ലെയർ എന്തേ ഇവിടെ നമുക്ക് ഒളിക്കാനുള്ള സെറ്റപ്പാന്ന് തോന്നുന്നു. ഞാൻ ഇതൊന്നും ആദ്യമായിട്ടാണ് ഒന്ന് നോക്കുന്നത്. ഞാൻ ഇതുവരെ കളിച്ചിട്ടൊന്നും. കട്ടിലിടയിലൊക്കെ ഒളിക്കാൻ പറ്റൂടാ? നീ കളിച്ചിട്ടുണ്ടോ? ഞാൻ കളിച്ചിട്ടുണ്ട്. ദേ ഗ്രാനി വന്നു. നമ്മളൊരു ടേബിൾ തട്ടിയിടുമ്പോ ഗ്രാനി വന്നിട്ടുണ്ട്. നല്ല സ്പീഡാണ് കേട്ടോ ഗ്രാനി. അവരെ സൗണ്ട് ഇട്ടപ്പോ ഒരു ഓടി വന്നു. ഈ സൈഡിൽ ആ കട്ടിലിന്റെ ഐക്കൺ കാണിച്ചിരിക്കുന്നുണ്ട്. അതിൽ ഞെക്കി കഴിഞ്ഞ് നമുക്ക് കേറാൻ പറ്റും. നമ്മളിവിടെ ഒരാളും കൂടെ ഉണ്ട്. ആളധികം മിണ്ടുന്നൊന്നുമില്ല. അളിയാ എങ്ങനെയുണ്ടളിയാ? ഓക്കെ, ഗ്രാനി പോയിട്ട് നമുക്ക്. അയ്യോ, ഗ്രാനി വന്ന്. ഇതേ ഗ്രാനി അവിടെ നിൽപ്പുണ്ട്. അവരെ ഒളിച്ച് നിൽക്കായിരുന്നു. കണ്ടോടാ എടാ, എന്നെ കണ്ടോടാ? കണ്ടാ നമുക്ക് അതെങ്ങനെയാണ് കണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അവരെന്ത് സൗണ്ട് കേട്ടിട്ടാ വന്നേന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അയ്യോ, പേടിച്ചായിരുന്നു. ഞാൻ ശരിക്കും പേടിച്ചുപോയി. ഡേ 2 ഞാൻ നമ്മുടെ ആര്യന്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. കളിച്ചോ? എനിക്ക് അറിഞ്ഞൂടാ പെണ്ണേ. അതപ്പോ ആർക്കും അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ടൈം അല്ലേ ഗായ്സ്. മിക്കവാറും ഇത് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആവണമെന്ന് തോന്നുന്നില്ല. നമ്മളൊന്നും മരിച്ചിട്ടില്ല. എന്തിനാ ഒളിച്ചിരിക്കുന്നത്? എന്തിനാ എനിക്ക് അറിഞ്ഞൂടാ. ഇതിനകത്ത് ഒളിച്ചിരിക്കണ നല്ലത്. വെളി പോ. കുറച്ച് വരത്തില്ല. സൗണ്ട് കേട്ടാലേ വരത്തുള്ളൂ. സൗണ്ട് ഉണ്ടാക്കുന്നെങ്കിലും സൗണ്ട് ഉണ്ടാക്കുക. സെൻസിറ്റിവിറ്റി ഇത്ര മതി. ഓക്കെ, എന്റെ കയ്യിലോട്ട് അളിയൻ നോക്കുന്ന അളിയൻ ഏറ്റു വെച്ചിട്ടുണ്ട് ചലഞ്ച്. നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അളിയെന്തെങ്കിലും പറയളിയുണ്ട്. ഇത്ര ക്വയറ്റ് ഊമയിരിക്കാതെല്ലാം പറയലേ. സൈലന്റ് മോഡ് മാറ്റളിയ. ബെല്ലടിച്ച് ഗ്രാനി ഇപ്പൊ വരും. എവിടെയെങ്കിലും കയറി ഒളിക്ക്. അവിടെ ക്രൗച്ച് ചെയ്യ്. ഓക്കെ, നമ്മൾ ഇവിടുത്തെ ഡൈനിങ് ടേബിളിൽ അടി കയറിയിട്ടുണ്ട്. ഗ്രാനി കാണുമെന്ന് അറിയത്തില്ല. കാണാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അവരിവിടെ വരെ വന്ന് ഇപ്പുണ്ട്. നമ്മൾ ഇറങ്ങിയാൽ നമ്മളെ പിടിയും. അവരങ്ങോട്ടും കൂടി നോക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ എന്താ ബാറ്റ് ആണോ? എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ബാറ്റ് പോലത്തെ മറ്റേ അത്യാവശ്യം കട്ടിയുള്ളൊരു വടിയാണ് കേട്ടോ. എനിക്ക് അതാണ് ഡൗട്ട്. ഗ്രാനി ഇവിടെ നിപ്പുണ്ട്. ഇവരെന്താ പോവാത്തത്? അതാ അവിടെ ആരെങ്കിലും കേറി. ഓക്കെ, അവര് പോയിട്ടുണ്ട് അങ്ങോട്ട്. അവര് പറയാ പോന്നോ? അതിലേ കൂടെ നിങ്ങൾ കസേര പറയും സൗണ്ട് കേൾക്കും. ഗ്രാനി വരും. ഇവിടെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യണം. എല്ലാ സ്ഥലവും നോക്കണം. നമ്മൾ മുടങ്ങുന്നുണ്ടോ? നമ്മള് ചത്ത് തൊണ്ടട്ട് പൂടി.
നമ്മൾ ഇരുന്ന സ്ഥലത്ത് തന്നെ ഒളിച്ചിട്ടുണ്ട്. ഇങ്ങനെ നോക്കുന്നുണ്ട് ദൂരം. അവരപ്പുറത്ത് പോയി ഇവിടെ നോക്കുന്നുണ്ട്. ഇവരിവിടെ ഫുള്ള് റൗണ്ടപ്പ് ചെയ്യാണ്. നമ്മൾ കളിക്കുന്നത് എങ്ങനെ എത്തുന്നില്ലല്ലോ. കണ്ണ് ഭയങ്കര നീറ്റില്ല, എന്താ പറ്റിയെന്ന് അറിയത്തില്ല. എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിക്കേ. കസേര മറിച്ചിട്ട് അങ്ങോട്ട് പോ. തങ്കമ്മേ തങ്കമ്മേ, നിങ്ങൾ ഈ പേര് വിളിച്ച് കളിക്കാതെ. ഓക്കെ, അവരവിടെ നിന്ന് കറങ്ങുകയാണ്. സൗണ്ട് കേൾക്കുന്നുണ്ട്. അവരവിടെ ട്രാപ്പിട്ടോ അവരവിടെ ട്രാപ്പിട്ടോ. അപ്പുറത്തെ ആച്ചാളിനെ വിളിക്കണം. നമ്മൾ അന്ന് കണ്ടില്ലേ അവിടെ വെച്ച് അടുക്കളയുടെ വാതിൽ അളിയന് കോള് വന്നു. ഞാൻ തന്നെ ഗെയിം ഏറ്റെടുത്തു ഗായ്സ്. ഇത് കഴിഞ്ഞിട്ട് പോവാം തന്നൂട്ടേക്ക്. പോവാം. തനു, നീ അമ്മയെന്ന് വിളിക്കണ്ടാ. ഞാൻ എന്തൊന്ന് കളിച്ചോട്ടറാ. ഇതിന് നിനക്ക് തരാട്ടോ. ഗ്രാനി എഴുതാൻ വന്നതിന് പോലും ഞാൻ കണ്ടില്ല. ഷിറ്റ്. ഡേ 3. അയ്യോ, ഇതെന്ത് പ്രശ്നം. ഓക്കെ, പരസ്യം കേട്ടോ. പായസം കിട്ടിയോ? നല്ല മണം വരുന്നുണ്ട്. ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പൊങ്കാലയായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ പായസമൊക്കെ വന്നിട്ടുണ്ട്. ഡേ 3 ആണ്. തൻകുട്ടി പോട്ടെ, അവനൊന്നും കളിക്കാനൊന്നും അറിയത്തില്ല. അവൻ ചുമ്മാ പോയി ചാടും. എന്നാലും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അവൻ ഇനിയിപ്പോ വിഷമാവണ്ടല്ലോ. ഓക്കെ, വിളിക്കാനുള്ള ഇവിടെ വിളിക്കാൻ പറ്റുമോ? സോറി, അവനെ കഥ തോന്നപ്പോ തന്നെ ഗ്രാനി അത് കൊന്നുപോയി. ആദ്യം പോട്ടെ. ഡേ 4 ചത്താലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആകത്തില്ല. ഇതിപ്പോ ഡേ 4 നമ്മൾ എങ്ങും എത്തിയില്ലല്ലോ. ഓ, രക്തം ചിന്തിയ കളിയാണ് കൈസ്. ഇത് രക്തം ചിന്തിയ കളി. അതാ എൻ്റെ കയ്യിലോട്ട് തന്നെ ഫോൺ പിന്നെ വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചു പോയാലോ? തിരിച്ചു കയറിയിട്ട് ഈ മുറിയിൽ സെർച്ച് ചെയ്യാം. കട്ടിൻ്റെ അടിയിൽ കയറണോ? കയറി. ഗ്രാനി അവിടെ എന്തോ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഗ്രാനി വന്ന് നമ്മൾ കയറിയത് കറക്റ്റ് ടൈമായിരുന്നു. ജസ്റ്റ് മിസ്സാണ്. ഗ്രാനി അവിടെ നിപ്പുണ്ട്. നമുക്കിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങണ്ട. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. അവർ പോട്ടെ. ഗ്രാനി പാവട പോലും അവിടെ കണ്ടു തുള്ളി. ഇവർ അയൺമാൻ. ഇവർ അയണിന്റെ പാവാടയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വെളിയിറങ്ങാം. കാർ ബാറ്ററി എടുക്കാം. എനിക്ക് തോന്നുന്നത് കാർ എസ്കേപ്പിനാണെന്ന് കേട്ടോ. റാണിയുടെ വെള്ള മുടിയുണ്ടല്ലോ, അതൊന്ന് ഫോട്ടോ ചെയ്തേക്ക്. റാണിയുടെ വെള്ള മുടി ഉണ്ടല്ലോ, അതൊന്ന് ഫോട്ടോ. ഞാനവിടെ സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാർ ബാറ്ററി ഇട്ടിട്ടുണ്ട്. റാണി ഇപ്പം ഇങ്ങോട്ട് വരും. മെയിൻ ഹാളിലോട്ട് ഞാൻ കാർ ബാറ്ററി ഇട്ടിട്ടുണ്ട്. എസ്കേപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് അങ്ങോട്ട് ഇടാം.
ഞങ്ങളൊക്കെ ന്യൂബാണ് കേട്ടോ. ഗ്രാനിയുടെ ഹൗസ് ആണെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡാ. ഓക്കെ, അവരവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വെളിയിറങ്ങട്ടെ ഗൈസ്, നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം. നിങ്ങളവിടെ ദേ 2 അളിയന്മാരും കൂടി ഇവിടെ പായസം കുടിക്കുന്ന തിരക്കിലാണ്. നീ കുടിച്ചില്ലേ? അടി കയറാം. ഞാനവിടെ ചെറിയൊരു സൗണ്ട് ഉണ്ടാക്കി. നീ കുടിച്ചില്ലേ? ഞാനും കുടിച്ച്. ഓ, ഇനി അതിനെ പറഞ്ഞോണ്ടിരിക്കണ്ട. ദേ 2 അളിയന്മാരും കൂടെ കയറിയിട്ടുണ്ട്. നീ എൻ്റെ പെങ്ങളല്ലേ? ആ, പെങ്ങളൊക്കെ തന്നെ. ഓ, ഇനി അത് പറഞ്ഞെങ്കിൽ അതിനായിരിക്കും അടി ഗൈസ്. അതാ നമ്മളിപ്പോ ഇതിങ്ങോട്ടുള്ള ഡോറായിരുന്നു. അയ്യോ, ഗ്രാനി പിറവി അവരെവിടെ വന്ന് ഞാൻ കണ്ടില്ല. നമ്മൾ കട്ടടി ചുമ്മാ കയറി വിളിച്ചിരുന്നു അത്ര നേരം. ലാസ്റ്റ് ഡേ ദേ പിന്നെ ഒരു പരസ്യമുണ്ട് ഗൈസ്. ഇതൊക്കെ എന്താ ചെയ്യണത്? ആ, കൊള്ളാലോ. ഞാൻ തൊട്ടല്ലോ അവിടെ. പരസ്യങ്ങളൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല. ഇതൊരെണ്ണം ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനായിട്ട്. പിയാനോ ടൈൽസ്. ഡേ 5, ദ ലാസ്റ്റ് ഡേ. ആര് കളിക്കും? അളിയാൻ പോന്നോ? ചുമ്മാ പോയി ചാവല്ലേ? ഇല്ല, ലാസ്റ്റ് ഡേ രക്തം ചിന്തിയ കളിയാണിത്. ചോറുകളി. പേടിയില്ല. അയ്യോ, ചെറിയ പേടിയുണ്ട്. എന്റെ വേറെ ഒരിക്കലും നിറയാത്ത സാധനം അറിയത്തില്ലയോ? ട്രാപ്പ് വെച്ചിരുന്നു. ട്രാപ്പൊക്കെ ഉണ്ട്. അതിന്റെ പെട്ടാലും പിന്നെ ദൂരുന്ന സമയത്ത് ഗ്രാനി വന്ന് പിടിക്കും. ഞാൻ വീട് മണ്ടേന്ന് പോയി. ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ എൻഡ് ചെയ്യാം. കഴിഞ്ഞു തരും. ലാസ്റ്റ് ഡേ കഴിഞ്ഞതേ. ഗ്രാനി ഇവിടെ നിൽപ്പുണ്ട്. അവരുടെ കയ്യിൽ എന്തോടെ 4 പേരല്ലേ ഉള്ളൂ. എന്തോ അവിടെ വീൽ ചെയർ ഒക്കെ ഉണ്ട്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാന്ന് തോന്നുന്നു. വയസ്സങ്കാലത്ത് പെണ്ണുമ്പളൊക്കെ കട്ടിൽ കയറി അവിടെ ഇരിക്കാനുള്ള സമയത്ത് ഇവരുടെ കണ്ണില് കൃഷ്ണമണി ഇല്ലടേ. ഇപ്പൊ നമ്മളോട് അടിച്ചു തള്ളി നോക്കി കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ. ഗെയിം ഓവർ. ഭയങ്കര ഇതായി. ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമുക്കിത് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ തോന്നുന്നു. ഇത്ര മതി. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ. നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണം. എന്തായാലും അടുത്ത വീഡിയോകളിൽ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. വി പ്രോമിസ് യു. ഓക്കെ, സോ ബൈ ബൈ.